വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്രിയേറ്റീവ് വിത്ത് മേഘ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്കറിയാം ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, പ്രണയിക്കുന്നവർക്ക് ഒരു ദിവസം അല്ലെ. അപ്പൊ ഈ ഫെബ്രുവരി 14th വരെ, അതായത് ഫെബ്രുവരി 1st തൊട്ട് 14th വരെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ റോസ് ഡേ എന്ന് പറഞ്ഞിട്ട് കുറെ ഡേയ്സിന് കുറെ പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് തുടക്കം നോക്കി കഴിഞ്ഞാൽ റോസ് ഡേയിലാണ് ഇത് തുടങ്ങുന്നത്. റോസ് ഡേ അതുപോലെ തന്നെ കുറെ ഡേയ്സ് ഉണ്ടായിരുന്നു, എനിക്ക് എല്ലാം ഓർമ്മയൊന്നുമില്ല. പിന്നെ ടെഡി ബെയർ ഡേ, പ്രോമിസ് ഡേ എന്ന് പറഞ്ഞിട്ട് കുറെ ഡേയ്സ് അങ്ങ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫെബ്രുവരി 14th നമ്മളുടെ എന്താ മെയിൻ ആയിട്ടുള്ള സംഭവം ഫെബ്രുവരി 14th ആണ്. അപ്പൊ എന്തായാലും ബാക്കി ഏത് ഡേ ഓർത്തില്ലെങ്കിലും ഫെബ്രുവരി 14th എല്ലാവരും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ഇന്ന് കുറെ പേര് റെഡി ആയിട്ട് നിൽക്കാണ്. പ്രപ്പോസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻ റിലേഷനിലായി കുറെ പേര് ഇരിപ്പുണ്ടായിരിക്കും. അവരവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന ദിവസം. അങ്ങനെ കുറെ കാഴ്ചകൾ, ഇപ്പൊ കോളേജൊക്കെ ആണെങ്കിൽ കുറെ കാഴ്ചകൾ കാണായിരുന്നു. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ അത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. എന്നാലും വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്കും ചെറിയ പ്രതീക്ഷ ഉണ്ടാവും. എന്തെങ്കിലും ഫെബ്രുവരി 14th ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും ഇരുന്നത്. അപ്പൊ നമുക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അത് അൺബോക്സ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ഓൾറെഡി 2-3 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എന്താണ് വാലന്റൈൻസ് ഡേ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഷോപ്പിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ എന്താ പറയുക അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഓടി പോയിട്ട് അതൊന്ന് കാണാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് അത് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അൺബോക്സ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. എന്താ സാധനം എന്ന് അറിയില്ല, ഒരു വലിയ ബോക്സ് ആണ്. ചിലപ്പോൾ പറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇങ്ങനെ ഇടയ്ക്കായി വലിയ കണ്ടു കഴിഞ്ഞാൽ വലിയ എന്താ ഗിഫ്റ്റാന്നൊക്കെ വിചാരിക്കും. പക്ഷെ തുറന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കുഞ്ഞു സാധനമായിരിക്കും. പക്ഷെ വലിയ പെട്ടിയൊക്കെ തരും. അപ്പൊ അത് കാരണം നിധി പറ്റിക്കുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും ഞാൻ തുറന്നു നോക്കട്ടെ. അപ്പൊ ഓൾറെഡി ഞാൻ മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് പറയട്ടെ, ഇതിൽ എന്താ സാധനം എന്ന് എനിക്ക് അറിയില്ല. തുറന്നു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. എനിക്ക് കുഞ്ഞു സാധനമാണെങ്കിൽ എന്നെ തെറി വിളിക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഗിഫ്റ്റ്. അങ്ങനെ ഗിഫ്റ്റ് പൗച്ച് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു കവറാണ്. എല്ലാം ഓൺലൈനിൽ വാങ്ങിച്ച് നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇത് നമുക്ക് ഓൺലൈനായ കാരണം നമ്മള് ഇന്നലെ തന്നെ എനിക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തുറന്നു നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അതായത് ഫെബ്രുവരി 14 ആയിട്ട് തന്നെ തുറന്ന് നോക്കാന്ന് വിചാരിച്ചു. സാധാരണ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ തുറന്നില്ല എനിക്ക് സമാധാനം കിട്ടില്ല. എന്നാലും അതൊക്കെ അടക്കി പിടിച്ച് ഇന്നത്തെ ദിവസം തന്നെ തുറക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം കേട്ടോ ഓരോന്ന്. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടിയിലാണ്, ഞാൻ പറഞ്ഞില്ല ഓൺലൈനിലാണ് ബുക്ക് ചെയ്തതാണ്. അപ്പൊ അത് കാരണം ഇങ്ങനെ ഒരു പെട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഈശ്വര എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. എന്തൊക്കെയുണ്ട് കേട്ടോ സംഭവം. ഞാൻ വിചാരിച്ചു ദൈവം പെട്ടി കാണിച്ച് തന്നെ പറ്റിക്കോന്നൊരു ഡൗട്ട് ഉണ്ടായി. പക്ഷെ സംഭവം ഉണ്ട് എൻ്റെ ഉള്ളില്. ഓക്കെ, നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ സംഭവം ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലവിന്റെ ചിഹ്നം, നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള സംഭവം. നമുക്ക് ഈ വാളിലൊക്കെ തൂക്കിടാൻ പറ്റിയ സാധനം കേട്ടോ. ഇത് ഭംഗിയുണ്ട് കാണാൻ, രസമല്ലേ. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കവറുണ്ട് കേട്ടോ. ഇതുപോലെ വേറൊരു കവറുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതാണ്, ഇയറിംഗ് ആണെന്ന് തോന്നുന്നു. ഒരു രസമുണ്ട്. ഓക്കെ, ഒരു സ്റ്റെഡാണ് കേട്ടോ, കാണുന്നുണ്ടോ? കണ്ടോ? സ്റ്റെഡാണ്. സ്റ്റെഡ് കൊള്ളാം അല്ലേ, നല്ല സ്റ്റെഡാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് കിട്ടിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഡൈലി ബാഗാണ് കേട്ടോ. സംഭവം കൊള്ളാം, നല്ല അടിപൊളി ബാഗ്.
കളർ വന്നിട്ട് ഒരു എന്താ പറയാ ഫ്ലഷ് വന്നു പറയില്ലേ, റോസും അല്ല എന്നാൽ ബ്രൗണും അല്ലാത്ത ഒരു കളർ കേട്ടോ. നല്ല ഇതാണ്. പിന്നെ ഇതിൻ്റെ കണ്ടോ ഇവിടെയൊക്കെ നല്ല ഗോൾഡൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബട്ടൺ പോലെയൊക്കെ ഇവിടെ ഉണ്ട്. രസമുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടെ നമുക്കിതൊക്കെ കഴിക്കാം അല്ലേ. ഇത് വേണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു സംഭവമാണ് ടീമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിനൊക്കെ ഇഷ്ടമായി. നല്ല കളർ കേട്ടോ, നല്ല കളറാണ്. പക്ഷെ ഇവിടെ വേറെ കളർ, ഇവിടെ ഒരു ക്രീം കളറാണ്, ഇവിടെ ഒരു ബ്ലഷ് കളറാണ്. ഒറ്റ കളിയുള്ളൂ കേട്ടോ, ഒറ്റ കളിയുള്ളൂ. അതിന് ഉള്ളിൽ ചെറിയ ചെറിയ പോക്കറ്റ്സ് ഉണ്ടെന്ന് മാത്രം. മീഡിയം ബാഗ്, ഒരുപാട് സാധനങ്ങൾ നമുക്ക് എന്നാലും ആവശ്യത്തിന് ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ തോന്നും. നല്ല ഇഷ്ടമായി എനിക്ക്, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ബാഗ് ഉണ്ടായിരുന്നതൊക്കെ നാശമായി പോയി. അപ്പം അത് കാരണം ബാഗ് ഒന്നും മേടിക്കണം, ഇങ്ങനത്തെ ഒരു ബാഗ് മേടിക്കണം എന്ന് കുറേ ദിവസമായി തപ്പി നടക്കണം. അപ്പോൾ നമുക്കൊരു ബാഗ് കിട്ടി. ഓക്കെ, ഇത് കൊള്ളാം. ഇനി എന്താണ് നോക്കട്ടെ കേട്ടോ. ഇനി അടുത്തത് ഇങ്ങനൊരു ഇത് ഇതൊന്ന് വേറെ ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. എനിക്കിതൊക്കെ മര്യാദയ്ക്ക് തുറക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ധരിച്ച് കീറാം. ഓ, നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് കേട്ടോ. ഇതെന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു ബ്രഷിൻ്റെ കുറേ എത്രയുണ്ട്, 10 പീസ് ഉണ്ട്. നമുക്ക് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രഷ് പാലറ്റല്ല, ബ്രഷ് സംഭവമാണ്. കണ്ടോ, ഒരു കിറ്റ് എല്ലാം ഉണ്ട്. കണ്ടോ, ഫൗണ്ടേഷന് പറ്റിയതും. നമ്മൾ റയാൻകുട്ടൻ എത്തിയിട്ടുണ്ട്. ഇത് ഭംഗിയുണ്ടോ? ഇതെന്തിനാണ് കാണുന്നുണ്ടോ ബേബി? അതോ അതായിട്ടിട്ടു. അവൻ ഗിഫ്റ്റ് ഇത് കണ്ടപ്പോഴേ എന്താണ് സംഭവം എന്ന് കാണാൻ വേണ്ടി കാണിച്ചു കൊടുക്കോ? ബാ കേട്ടോ, തിരിച്ചു പിടിക്കേ. ഇതെന്താ? ആണിയോ? ആണിയോ? ഇത് ആണിയാ? ഇതെന്താ? ഇതെന്തിനാ? ആന്റി തന്നതാ? ആഹാ, ഏതാന്റി തന്നെ? ഇതെന്തിനത്? അമ്മയ്ക്ക് ഇതെന്തിനാ? ഇത് ക്രീം ഇടാനാ? ഉണ്ണി ക്രീം ഇടാ? അങ്ങനെ ചെയ്യാനാ? ഓഹോ. അപ്പൊ സംഭവം അവനെ ഏറ്റെടുത്തു. ഇനിയിപ്പോ അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. നോക്കാം. ഡാഡി അമ്മയ്ക്ക് കാണിച്ചെടുക്കട്ടെടാ. അമ്മയ്ക്ക് ഇതേ അവിടെ ആന്റിമാര് നോക്കുന്നു കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. അത് പക്ഷെ നല്ല രസമുണ്ട്. ഈ ബ്രഷ് കണ്ടോ, ഇതിലുള്ളിൽ ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് ആണ് നിറച്ച്. കണ്ടോ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ അത് കാണിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നണില്ല. അവനെ കൊണ്ടുപോയി ഇനിയിപ്പോ അവൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ കരച്ചിലാവും. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ കിട്ടിയത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. എന്തെങ്കിലുമൊക്കെ തരാറുണ്ട്, പക്ഷെ ഇത്ര അധികം സംഭവം തരാറില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുറെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും ആവശ്യമായ കുറെ സാധനങ്ങളൊക്കെയാണ്. ഈ ബ്രഷൊക്കെ എന്താ പറയുക, നമുക്ക് ആവശ്യമില്ല എപ്പോഴും. അപ്പൊ അത് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ്, ബാഗായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കളർ. എനിക്ക് ഞാൻ കുറേ ഇങ്ങനെ അന്വേഷിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഇത് കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ ഗിഫ്റ്റൊക്കെ കിട്ടി പൊതിച്ചു. ഇനിയിപ്പോ ഇതിനെന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ നമുക്ക് February 13 നമുക്ക് ഇതൊക്കെ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് പൊളിക്കാണ്ട് വെച്ചിരുന്നത്. അതായത് 14 ആവട്ടെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പൊളിക്കാറുള്ളത്. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇതിന് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ 13 എടുത്തു കഴിഞ്ഞാൽ ആളത് കാണും. അപ്പോൾ അതിനൊരു ഇതുമില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ
14th തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ നിതിന് എന്താണ് ഗിഫ്റ്റ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മള് നിതിന് മേടിച്ചത്. അപ്പൊ ഇവിടെ കറക്റ്റ് സൈസ് വന്നിട്ട് 8 ആണ് നമ്മൾ വാങ്ങാറുള്ളത്. പിന്നെ ഓരോ ബ്രാൻഡിനും ഓരോ പോലെ അല്ലേ ഷൂസ് ആണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇവിടെ പിന്നെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഇത് നമുക്ക് പാകമല്ല, സൈസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്തിട്ട് വേറെ മേടിക്കാം. ആ ധൈര്യത്തിലാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ഈ ഷൂസ് ഞാൻ കാണിച്ചു തരാം. ഇഷ്ടാവൂന്ന് അറിയില്ല, പക്ഷെ എന്തായാലും നോക്കാം. ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ, അത് വേറെ മേടിക്കാം. അപ്പൊ അത് കാരണം ആ ധൈര്യത്തിൽ നമ്മൾ ഷൂസ് മേടിച്ചിട്ടുണ്ടായി. ഞാൻ കാണിച്ചു തരാം. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഷൂസ്. ഇതാണ് ഷൂസ് വന്നിട്ട്. പേര് ഷൂസ് ആണെന്ന് പറയുന്നത്. കണ്ടോ, നല്ല രസമുണ്ട്. ഇതിന്റെ ഇതൊക്കെ വന്നിട്ട് സോളൊക്കെ നല്ല രസമുണ്ട്. പേടിയാ അപ്പയ്ക്ക് കൊടുക്കാം, പേരിക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഷൂസ്. നമുക്ക് ഈ ജീൻസിന്റെ ഒപ്പൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ഒരു തരം ഷൂസ് ആണ് വാങ്ങിച്ചത്. ഇതിന്റെ മെറ്റീരിയലൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഇതിന് മേടിച്ചത്. പാകാവെന്ന് വിചാരിക്കുന്നു, കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് മേടിച്ച ഒരു ഷൂസ് ആണ്. അപ്പൊ ഇത് പാകായില്ലെങ്കിൽ വീണ്ടും വേറെ പോയി വാങ്ങേണ്ടി വരും. അപ്പൊ എന്തായാലും ഇതാണ് നമ്മൾ വാങ്ങിച്ചത് സംഭവം. അപ്പൊ നിതിൻ ഓഫീസിൽ നിന്ന് വരുമ്പോ നമുക്ക് ഇത് കൊടുക്കാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. അങ്ങനെ വലിയ കാര്യമൊക്കെ ആഘോഷം ഒന്നും പറയാനില്ല. അപ്പൊ ഇപ്രാവശ്യം നമ്മളെ കുറിച്ച് അധികം സാധനങ്ങൾ ഉണ്ടെന്ന് മാത്രം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും എന്റെ വക വാലന്റൈൻസ് ഡേ വിഷസ് ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ പ്രണയം എന്ന് പറയുന്നത് അവസാനിക്കാത്തൊരു സംഭവമാണല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളും എല്ലാവരോടും പ്രണയിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരോടും പ്രണയം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. അതിപ്പോ ഒരു വ്യക്തിയോടൊന്നല്ല, പല സംഭവങ്ങളോടും നമുക്ക് പ്രണയം ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ തന്നെ പോട്ടെ. അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുക. നമ്മൾ എത്ര മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അതേപോലെ തന്നെ നമുക്ക് ആ സ്നേഹം നമുക്ക് തീർച്ചയായും നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് കേട്ടോ. അതിപ്പോ നമ്മൾ നമ്മൾ കാണിക്കുന്ന സ്നേഹം മനസ്സിലാക്കില്ലെങ്കിൽ വേണ്ട, അവർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷെ നമ്മളെ സ്നേഹിക്കാൻ കറക്റ്റ് പോയിന്റിൽ ഒരാൾ വരും, അത് നമുക്ക് പറ്റിയ ആളായിരിക്കും. അവര് 100 ഇരട്ടിയായിട്ട് നമുക്ക് ആ സ്നേഹം തിരിച്ചു തരും. അപ്പൊ അത് കാരണം ആ പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കുക. ഈ ഡയലോഗ് എന്തിനാണെന്നറിയോ? അതായത് ഈ വാലന്റൈൻസ് ഡേക്ക് കുറെ പേര് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് തലേക്ക് ചൂട് പിടിച്ചിരിക്കുന്ന സമയമല്ലേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അങ്ങനെ എന്താ പറയുക വിഷമിച്ചിരിക്കുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് ഒരാളുണ്ടെന്നേ, അവരെന്തായാലും തീർച്ചയായും കറക്റ്റ് മല്ല നിങ്ങളെ കാണാൻ വരും. അപ്പൊ അതുവരെ നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാം സ്നേഹിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.